all, not to a class, but to a place where you can study freely and confidently in your own pace. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ 21st സെഞ്ച്വറി പേപ്പറിലുള്ള ഒരു പോയമാണ്. ആൻഡ് ദ എക്സൈറ്റിംഗ് പോയംസ് നെയിം ഈസ് A Vision, written by Armitage. Actually, in this class, we are not discussing about the line by line explanation, but what we are actually focusing is the examination point of view. Okay, examination point of view, നമുക്ക് എങ്ങനെ ഒരു പോയം പഠിക്കാം. So, ഈ ഒരു പോയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, what are the themes, the symbols, the simple analysis, and what are the things you have to add in your examination. That is what we are going to discuss. Okay, so let's begin the class. Okay, so now let's delve into the poem. So, ഈ ഒരു poem begin ചെയ്യുന്നതിൻ്റെ first line is really important, like the future was a beautiful place once. So, ഈ ഒരു poem begin ചെയ്യുന്നത് ഒരു nostalgic ടോണിലാണ്, and it is talking that ഒരു സമയത്ത് the future എന്ന് പറയുന്നത് it was really beautiful and perfect. So, ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിനിയേച്ചർ മോഡൽ ഓഫ് ഫ്യൂച്ചർ സിറ്റി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് ഓൾസോ അത് ബാൽസ വുഡ് കൊണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാൽസ വുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ഇൻ ദി പോയം. ബാൽസ വുഡ് എന്ന് പറയുന്നത് ഈ മിനിയേച്ചർ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വുഡാണ്. സോ ഈ ഒരു വുഡിൽ ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ, ദ പ്ലാനിങ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. സോ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസ കാണിക്കുന്നത് ദ ഫ്യൂച്ചർ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മോഡൽ, ഒരു എക്സ്റ്റീരിയർ മോഡലിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ മാത്രമാണ്. ഇറ്റ് വാസ് സംതിങ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ ആയിരുന്നു, റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. ആൻഡ് ഇറ്റ് വാസ് കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ബട്ട് നോട്ട് റിയൽ. സോ പീപ്പിൾ വർ ഡിസ്കസിങ് അബൌട്ട് അല്ലെങ്കിൽ പ്ലാനിങ് അബൌട്ട് ദ ഫ്യൂച്ചർ സിറ്റി, ദ ആർക്കിടെക്ചർ ആൻഡ് എവറിത്തിങ്. ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ എവിടെയോ ഒരു പാളിച്ച പറ്റി. ഓക്കെ, so the next stanza, the ring bound sketches, artists' impressions, like that, it is talking about the detailed architectural drawings. Okay, അതായത് മോഡേൺ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്ലാസും സ്റ്റീലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലാണ്, ഒരു ആർക്കിടെക്ചറൽ മോഡലാണ്. ആൻഡ് അതിനകത്ത് ഒരുപാട് പ്ലാനിങ്സ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ദേ പ്ലാൻഡ് അബൌട്ട് ദ സബർബ്സ്, ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആൻഡ് എവറിത്തിങ്, ദ ടെക്നോളജീസ്, ദ ബ്യൂട്ടി ഓഫ് ദ സിറ്റി, എവറിത്തിങ് ലൈക്ക് ദാറ്റ്. സോ ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്നത് ഈസ് ലൈക്ക് ബോർഡ് ഗെയിംസ് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് ഒരു ടോയ് പോലെ, ഒരു ബോർഡ് ഗെയിം പോലെ ഈ സിറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഫ്യൂച്ചറിൽ ഈ സിറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ മാനറിൽ ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് പ്ലാൻസ് വർ പ്ലേഫുൾ ആൻഡ് അൺറിയലിസ്റ്റിക് ആയിരുന്നു. ആൻഡ് സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് മോർ എ ഫാൻറ്റസി വൺ, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി, ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സാധനമാണ്. ബട്ട് നോട്ട് ഇൻ പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്കല്ല അത് ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് ഇൻ ഫാൻറ്റസി, ദ ബ്യൂട്ടി, ദ തിങ്സ് ലൈക്ക് ദാറ്റ്, ഓൺലി ഇമാജിനേഷനിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ, ദ തേർഡ് സ്റ്റാൻസ. നൗ ദ പോയറ്റ് ഈസ് ആക്ച്വലി ഇമാജിനിങ് എങ്ങനെയായിരിക്കും ഈ പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ആളുകൾ ജീവിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ വാക്കിംഗ് ഡോഗ്സ്, സൈക്ലിംഗ്, ഡ്രൈവിംഗ് ഇലക്ട്രിക് കാർസ്, സ്ട്രോളിംഗ് ഇൻ ബ്യൂട്ടിഫുൾ ബോളിവാർഡ്സ്, ഇങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. കാം ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ ഈ പീപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു മിനിയേച്ചർ സെറ്റപ്പിലുള്ള മോഡൽസ് ആയിട്ടാണ്. അതായത് അവിടെ ഹ്യൂമൻ ബീയിങ്സിനും ആക്ച്വലി ഈവൻ ഹ്യൂമൻ ബീയിങ്സ് ഫീൽസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റാൻസ, the poet emphasizes that everything is designed perfectly, like neat ആയിട്ട് ആർക്കിടെക്ട്സ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് they are doing something great എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ആൻഡ് they are planning to do something great എന്നുള്ള രീതിയിലാണ്. the implementation, the reality എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. the architects അവരുടെ ഉള്ളിലുള്ള ആ ഒരു certainty, ആ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു belief, they believed that the future is organized, the future is achievable. ആ ഒരു മിനിയേച്ചർ സെറ്റപ്പിലുള്ള ഫ്യൂച്ചർ അച്ചീവബിൾ ആണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഫൈനൽ സ്റ്റാൻസ, വി ക്യാൻ റിയലൈസ് ദാറ്റ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്, ഒരു വ്യത്യാസം വരുവാണ്. ദാറ്റ് ഈസ് ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മിനിയേച്ചർ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ മിനിയേച്ചർ മോഡൽ ഇപ്പം അൺയൂസ്ഡ് ആയിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുവാണ്. ആൻഡ് ദേ കുഡിൻറ്റ് അച്ചീവ് ദ ഫ്യൂച്ചർ ലൈക്ക് ദ പ്ലാനിങ്, അവർക്ക് ആ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഐഡിയ ആണ്.
ഓക്കെ, സോ ഈ ഒരു പോയത്തിൽ പറയുന്നത് നമുക്കറിയാം വലിയ വലിയ കമ്പനീസ്, ഗവൺമെൻറ് ഇവരൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു പ്രോമിസ് തരും. ഓക്കെ, ദ ഫ്യൂച്ചർ വിൽ ബി ലൈക്ക് ദിസ് ആഫ്റ്റർ 10 years അല്ലെങ്കിൽ ആഫ്റ്റർ 15 years ദ ഫ്യൂച്ചർ വിൽ ബി ലൈക്ക് ദിസ്. ഒരു ഡിജിറ്റൽ ഇറ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്രോമിസസ് തരും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അത് എപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ പ്രോമിസസ് അവിടെ പ്രോമിസ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഒരു വിഷൻ, ദ വിഷൻ എന്ന് പറയുന്ന ടൈറ്റിലും ഇതിൻ്റെ അകത്ത് ഐറോണിക് ആണ്. ഓക്കെ, വിഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുക, ഒരു വിഷൻ, ദ ഹോപ്പ് അല്ലെങ്കിൽ ഒരു കാഴ്ച എന്നുള്ള രീതിയിലാണ്. ബട്ട് ഹിയർ വിഷൻ എന്നതുകൊണ്ട് നമ്മളത് ഉദ്ദേശിക്കുന്നത് അൺയൂസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പം പണ്ടുണ്ടായിട്ടുള്ളൊരു വിഷനാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു, ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. സോ വെൻ യു റീഡ് ദിസ് പോയം യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് സിംബൽസ് ആൻഡ് തീംസ് ഫ്രം ദിസ് പോയം. സോ സിംബൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ബാൽസ വുഡ് ടൗൺ, ബാൽസ വുഡ് ടൗൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംബലാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ആർട്ടിഫിഷ്യൽ ഡ്രീംസ്, ദ ഫ്രജൈൽ പ്ലാനിങ്സ് ആൻഡ് ദ അൺറിയലിസ്റ്റിക് ഇമാജിനേഷൻ. നമ്മൾ പറഞ്ഞു അതൊരു മോഡേൺ ഒരു കാമായിട്ടുള്ള ഒരു സിറ്റിൻ്റെ ഇമാജിനേഷനാണ് അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ മോഡലാണ് ബാൽസ വുഡിലൂടെ ഉണ്ടാക്കുന്നത്, റിയാലിറ്റി അല്ല. ദ ബ്ലൂ പ്രിൻറ്റ്സ് ആൻഡ് സ്കെച്ചസ് അത് ഹ്യൂമൻ ആംബിഷനെ കാണിക്കുന്നു, കൺട്രോൾ ആൻഡ് ഓർഡർ ആൻഡ് ഓൾസോ ദ ബിലീഫ് ദാറ്റ് ലൈഫ് ക്യാൻ ബി പെർഫെക്റ്റ്ലി ഡിസൈൻഡ് എന്നുള്ളൊരു ഐഡിയ ആണ്. ലൈഫിനെ നമുക്ക് പെർഫെക്റ്റ്ലി ഡിസൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോഴാണ് അതിൽ മെയിനായിട്ടും ഡിഫിക്കൽട്ടീസ് കിടക്കുന്നത്. ബോർഡ് ഗെയിംസ്, ടോയ്സ്, ഫെയർ ഗ്രൗണ്ട് റൈഡ്സ് ഇതൊക്കെ മറ്റൊരു സിമ്പിളാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഷോയിങ് ദ ചൈൽഡിഷ് ഇമാജിനേഷൻ. ചൈൽഡിഷ് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് മെച്യൂർ, ഇമ്മച്യൂർ ആയിട്ടുള്ള ഇമാജിനേഷനാണ്. അൺറിയലിസ്റ്റിക് ആൻഡ് പ്ലേഫുൾ ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അത് ആ ഒരു വിഷനിൽ സീരിയസ്നെസ് കുറവാണ്. ദേ ആർ പ്ലാനിങ് സംതിങ് ബട്ട് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് എന്നുള്ളൊരു ഐഡിയ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. സോ ദെൻ സിറ്റീസ് ലൈക്ക് ഡ്രീംസ് അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംതിങ് ബ്യൂട്ടിഫുൾ, സംതിങ് ഡ്രീം ലൈക്ക് ബട്ട് ഇറ്റ് ഇസ് നോട്ട് അച്ചീവബിൾ എന്നുള്ളൊരു ഐഡിയ ആണ്. ദെൻ ബോട്ടിൽ ബാങ്ക്, ബോളിവാർഡ്, ഇലക്ട്രിക് കാർസ് ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലിനെയാണ് കാണിക്കുന്നത്. ദ ഐഡിയൽ ഫ്യൂച്ചർ സൊസൈറ്റി പീപ്പിൾ ഹോപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. പിന്നെ ലാൻഡ്ഫിൽ സൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ്. അത് കാണിക്കുന്നത് ആ ഒരു ഫെയിലിയർ, ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഫെയിലിയർ ആണ്. ആൻഡ് ഓൾസോ വേസ്റ്റ് ഓഫ് ഡ്രീംസ്, ദ ഡെത്ത് ഓഫ് ഹ്യൂമൻ വിഷൻ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റാമ്പ്ഡ് വിത്ത് ടുഡേയ്സ് ഡേറ്റ്, അതായത് ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി എന്തായി മാറി, പാസ്റ്റ് ആയിട്ട് മാറി. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ് പക്ഷേ അത് നടക്കാതെ പോയി, സോ അത് പാസ്റ്റ് ആയിട്ട് മാറി. ഡ്രീംസ് ആർ ഔട്ട്ഡേറ്റഡ് ഈവൻ ബിഫോർ ദേ ഹാപ്പൻ. അത് നടക്കുന്നതിൻ്റെ മുൻപ് തന്നെ എന്ത് സംഭവിച്ചു, ആ ഡ്രീം ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി. അത് നടന്നിട്ടില്ല, ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, സ്റ്റിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി മാറി. ദെൻ നോർത്ത് വിൻഡ് കാണിക്കുന്നത് ഒരു ഹാർഷ് റിയാലിറ്റി ആണ്. ടൈമും ഡിസ്ട്രക്ഷനും കാണിക്കുന്നുണ്ട്. ദ ഫോഴ്സ് ദാറ്റ് റിമൂവ്സ് ഇല്യൂഷൻസ്. ഓക്കെ, ഇല്യൂഷൻസ് റിമൂവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ തീംസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് തീം ഈസ് ദ ഫെയിലിയർ ഓഫ് ഹ്യൂമൻ വിഷൻ. അതായത് ഹ്യൂമൻ ബീയിങ്സ് ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ പ്ലാൻസ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. ആൻഡ് ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്, നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്ന് അവർ ബിലീവ് ചെയ്യും. പക്ഷേ ഈ വിഷൻസ് പലപ്പോഴും അൺറിയലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ റിമെയിൻ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കെയർഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു സിറ്റിയുടെ പ്ലാനിങ് എന്ന് പറയുന്നത് അത് ആർക്കും വേണ്ടാതെ അബാൻഡൺ ആയി അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഇത് കാണിക്കുന്നത് മനുഷ്യന്മാരുടെ ഫ്യൂച്ചറിന് മേലെയുള്ള കൺട്രോൾ, ദ ഹ്യൂമൻ കൺട്രോൾ ഓവർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണ്, അത് ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു ഐഡിയ ആണ്. ദ നെക്സ്റ്റ് തീം ഈസ് ഇല്യൂഷൻ ഓഫ് പ്രോഗ്രസ്. സോ ഈ ഒരു പോയത്തിൽ ഈ പ്ലാൻ ചെയ്തിട്ടുള്ള സിറ്റി, ദ പ്ലാനിങ് ഓഫ് സിറ്റിയിൽ നമുക്ക് ടെക്നോളജി, ഒരുപാട് പ്രോഗ്രഷൻസ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പോയിന്റ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രോഗ്രസ് എന്ന് പറയുന്നത് അതധികവും ഇല്യൂഷൻസ് ആണ്. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലുള്ളൊരു കാര്യം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. സോ ടോയ്സ്, ഗെയിംസ് ഒക്കെ ആയിട്ടുള്ള കമ്പാരിസണിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈ ഐഡിയാസ് എന്ന് പറയുന്നത് റിയാലിറ്റിയിലേക്ക് വരുമ്പം അത് അത്ര റൂട്ടഡ് ആയിട്ടുള്ളതല്ല. ഈ ഒരു പോയിന്റ് ഈസ് ആക്ച്വലി ക്വസ്റ്റ്യനിങ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം അത് ട്രൂലി മീനിങ്ഫുൾ ആണോ എന്നുള്ളൊരു അല്ലെങ്കിൽ ട്രൂലി അച്ചീവബിൾ ആണോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഈസ് ടൈം ആൻഡ് ട്രാൻസിയൻസ്. ഒരു പോയത്തിൽ ടൈം ഒരു ഡിസ്ട്രക്റ്റീവ് റോളാണ് വഹിക്കുന്നത്. അതായത് ഒരു സമയത്ത് പ്രോഗ്രസീവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം പെട്ടെന്ന് തന്നെ ആളുകൾ മറന്നു പോവുകയാണ്, പെട്ടെന്ന് തന്നെ അബാൻഡൺ ആയി പോവുകയാണ്, അൺയൂസ്ഡ് ആയിട്ട് പോവുകയാണ്. സ്റ്റാമ്പിംഗ് ഓഫ് ടുഡേയ്സ് ഡേറ്റ് എന്നുള്ള ആ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പെട്ടെന്നാണ് സമയം മൂവ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മളുടെ ഹോപ്പുകളെ റിഗ്രറ്റിലേക്ക് അതാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് തീം ഈസ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ലോസ്റ്റ് ഹോപ്പ്. സോ ഈ ഒരു പോയത്തിൻ്റെ ഇമോഷണൽ ടോൺ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഡിസപ്പോയിൻമെൻ്റ് ആണ്, അതേപോലെ തന്നെ ഒരു റിഫ്ലക്ഷനുമാണ്. സോ ഈ ഒരു ഡ്രീം സിറ്റി നേച്ചർ മോഡൽ ഒരു സമയത്ത് ഒരു ഹോപ്പിനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, മുന്നോട്ട് വരാൻ പോകുന്ന ആ ഒരു ഡെവലപ്മെൻറ്റിനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ലാൻഡ് ഫില്ലിൽ അത് അൺയൂസ്ഡ് ആയി പൊടി പിടിച്ച് നശിച്ച് കിട്ടുന്ന സമയത്ത് അവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ എക്സ്പെക്റ്റേഷൻസ് ഫെയിലിയറിൽ ചെന്നുപോയി അവസാനിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരം വലിയ വലിയ പ്രോമിസുകൾ നടക്കാതെ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ്. പിന്നെ ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദിസ് പോയം ഈസ് എ ഗ്രേറ്റ് ക്രിറ്റിക് ഓഫ് അർബൻ പ്ലാനിംഗ്
പ്ലാനിങ് ആൻഡ് അതോറിറ്റി. അതായത് ഇപ്പം ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ വലിയ വലിയ അതോറിറ്റീസ് നമുക്ക് ഒരുപാട് പ്രോമിസസ് തരും, ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണ്, അവർ ഫെയിലിയറിലാണ് ചെന്ന് പോയിട്ട് അവസാനിക്കുക, അല്ലെങ്കിൽ അത് അവർ തരുന്നതിൽ അവർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുക കൂടെ ഈ ഒരു പോയത്തിലൂടെ പോയിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഈസ് ആക്ച്വലി ഷോയിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിയൽ ലൈഫ് ആൻഡ് ദി അതോറിറ്റീസ്. സോ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് പോയം ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഹൗ ദി ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഹൗ ദി അതോറിറ്റീസ് ഗിവ് പ്രോമിസസ് ആൻഡ് ഫെയിൽഡ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് എന്നുള്ളൊരു ഐഡിയ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൊതി, ആ ഒരു ഇല്യൂഷൻ ഓഫ് പ്രോഗ്രസ്, അതേപോലെ തന്നെ ഹ്യൂമൻ ഫെയിലിയേഴ്സ് ഇൻ ദി പ്ലാനിങ്സ്, ഫ്യൂച്ചർ പ്ലാനിങ്സ്, അതൊക്കെ ആണ് ഇവിടെ മെയിനായിട്ടും കാണിക്കുന്നത്. സോ ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്നത് ആസ് വി ഓൾറെഡി മെൻഷൻഡ് നൊസ്റ്റാൾജിക് ടോണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടിഫുള്ളി ഇമാജിൻഡ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു ആൻഡ് അറ്റ് ദി എൻഡ് പറയാണ് പക്ഷേ ഇതൊക്കെ വെറും പാഴ്വാക്കായിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയയിലാണ് ഇത് അവസാനിക്കുന്നത്. സോ നത്തിങ് ടു വറി, ദിസ് പോയം ഈസ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ഹൗ ദി ഗവൺമെൻറ്റ്സ് ആൻഡ് അതോറിറ്റീസ് ഗിവ് us പ്രോമിസസ് ടു ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ, ഒരു സ്മാർട്ട് സിറ്റി, അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. പക്ഷേ അതിൻ്റെ സമയം അടക്കുന്ന സമയത്ത് പലപ്പോഴും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് ആണെങ്കിലും അതോറിറ്റി ആണെങ്കിലും ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് കാണിക്കുന്നത്. ഈവൻ ടുഡേ ഈ ഒരു പോയം റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഇന്നത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും അതോറിറ്റീസ് ആണെങ്കിലും ദേ ആർ ഗിവിങ് എ ലോട്ട് ഓഫ് പ്ലാനിങ്സ്, ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നൽകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ലൈക്ക് സ്മാർട്ട് സിറ്റീസ്, ഡിജിറ്റൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ എവിടെ എന്നുള്ളതൊരു ചോദ്യമാണ്. സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് ഈ ഒരു പോയത്തിൽ കൊണ്ടുവരാം. നമുക്ക് നമ്മളുടെ സമകാലികത വെച്ചിട്ട് ഈ ഒരു പോയത്തിനെ അനലൈസ് ചെയ്യാം. അത് നമ്മളുടെ എക്സാമിന് വരുന്ന ചോദ്യത്തിനനുസരിച്ചിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ whenever you write an examination, make sure that you are taking instances from the poem itself. ആ പോയത്തിലുള്ള ലൈൻസിനെ എടുത്ത് എഴുതുകയാണെങ്കിൽ it will be more helpful. And also ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ആൻഡ് ഓൾസോ തുടങ്ങുന്ന സമയത്ത് ഓതറിനെയും പോയത്തിനെയും പരിചയപ്പെടുത്തി തുടങ്ങുക. നോട്ട് ലൈക്ക് ദിസ് പോയം ഈസ് റിട്ടൺ ബൈ അങ്ങനെ തുടങ്ങാതെ കുറച്ച് അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ പോലെ എഴുതുക. സോ വിൽ ഹെൽപ്പ് യു ടു അച്ചീവ് മോർ മാർക്സ്. ഓവറോൾ ആയിട്ട് പറയാനുള്ളത് ദിസ് പോയം ആക്ച്വലി ഷോസ് ഹൗ എ പെർഫെക്റ്റ് സിറ്റി വാസ് പ്ലാൻഡ് വൺസ്. അല്ലെങ്കിൽ ഒരു ഡ്രീം സിറ്റി എങ്ങനെയായിരിക്കും എന്ന് പ്ലാൻ ചെയ്യുന്നു. ബട്ട് ഇൻ റിയാലിറ്റി it was never built and became just a kind of waste ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. So this is all about this poem, A Vision, written by Simon Armitage. So if you have any doubts, you can ask me in the comments. So I hope this learning session will be helpful for your examinations. So for now, bye.